നിങ്ങൾക്ക് അറിയാത്തതും എനിക്ക് അറിയുന്നതുമായുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. ടവൽ കള്ളന്മാരും ഭീമൻ പിയയും ആഫ്രിക്കൻ ഫുട്ബോളിൽ കൂട്ടശിക്ഷ. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ തന്നാൽ നിങ്ങൾക്കത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. വേറൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, ആഫ്രിക്കൻ നേഷൻസ് ലീഗ് എന്ന് പറയുന്ന ഒരു ടൂർണമെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ടൂർണമെൻറ്റിൽ നമ്മുടെ സ്വന്തം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ഇതുവരെ ഹെയ്റ്റേഴ്സ് ഇല്ലാത്തൊരു ഫുട്ബോൾ പ്ലെയർ ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്ന പേരാണ് സാദിയോ മാനെ. സ്വന്തം രാജ്യത്തിന് വേണ്ടി എന്തും കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അതാണ് സാദിയോ മാനെ. അദ്ദേഹത്തിൻ്റെ ടീമായിട്ടുള്ള സെനഗൽ ആയിരുന്നു ആഫ്രിക്കൻ നേഷൻസ് ലീഗിൽ കപ്പ് അതായത് ജേതാക്കളായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നാടകീയ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ എന്തായാലും കുറച്ച് സംഭവങ്ങൾ, നാടകീയ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിൻ്റെ എഡിങ് ആണ് ഞാനിവിടെ വായിച്ചത്. വേറൊന്നുമല്ല, ടവൽ കള്ളന്മാരും ഭീമൻ പിയയും ആഫ്രിക്കൻ ഫുട്ബോളിൽ കൂട്ടശിക്ഷ. നമുക്കതിലേക്ക് കിടക്കാം, വാ. കോച്ച് പാപ്പേത്തിയാവ് 5 മത്സരങ്ങളിൽ നിന്ന് വിലക്കും, $1,00,000 പിയയും. വേറൊന്നും പറയണ്ട കേട്ടോ. റഫറിയോട് മോശമായി പെരുമാറിയതിന് സെനഗൽ താരങ്ങളായ ഇലിമാൻ എൻഡിയോക്കും ഇസ്മായില സാറിനും 2 മത്സരങ്ങളിൽ വിലക്കേർപ്പെടുത്തി. സെനഗൽ ഫുട്ബോൾ അസോസിയേഷന് ആകെ $6,15,000 പിയ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയല്ലേ ഉള്ളൂ പിയ എന്നല്ലേ. പക്ഷേ നമ്മൾ കൊണ്ടുവരാണെങ്കിൽ കൂടുതൽ പിയ ആയിട്ടല്ലേ വരുള്ളൂ മച്ചന്മാരെ. കുറച്ചും പാടെ ഉണ്ട്, അതർത്തി പറയാം. നോക്ക്. അഷ്റഫ് ഹാക്കിമി 2 മത്സരങ്ങളിൽ നിന്ന് വിലക്ക്, ഇസ്മായിൽ സെബേറി 3 മത്സരങ്ങളിൽ നിന്ന് വിലക്കും, $1,00,000 പിയയും. സെനഗൽ ഗോൾ കീപ്പർ മെൻഡിയുടെ ടവൽ തട്ടിപ്പറിയുമായി ബന്ധപ്പെട്ട തർക്കത്തിന് ബാൾ ബോയ്സിന് മേൽ $2,00,000 പ്രത്യേക പിയ ചുമത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ആണ് ആ ഒരു ടൂർണമെന്റ് നടന്നതിന് ശേഷം പിയ കിട്ടിയിട്ടുള്ളത്, അതായത് ഫൈന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറേ ഫൈൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഫുട്ബോളാണ്, അടിപിടിയൊക്കെ ഉണ്ടാവും, വാശിയാവും, ഇതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഫൈൻ എന്താ പറയുക, സെനഗൽ ഗോൾ കീപ്പറായിട്ടുള്ള മെൻഡിയുടെ ടവല് തട്ടിപ്പറിയുമായി ബന്ധപ്പെട്ട് ഒരു ബോൾ ബോയ്സ് ഉണ്ടല്ലേ, അവർക്ക് $2,00,000 എത്ര ഡോളർ പിയ ആക്കിയിട്ടുണ്ട്. ഒന്നാമതേ ബോൾ ബോയ്സിന് അറിയില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. അവറ്റങ്ങളെ അതിനും പുറമെ ഇവറ്റങ്ങൾക്ക് ഈ ഫൈൻ മണി കിട്ടിയ പിന്നെ അവറ്റങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്നേക്കറിയാം എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലായി, എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാണ്, എൻ്റെ ഒരു നോളേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാറ്ററിംഗ് ബോയ്സ് ഉണ്ടല്ലോ, അതായത് കാറ്ററിംഗ് ബോയ്സ് ഇനി അറിയാത്തവരാരുണ്ടല്ലോ. എന്നാലും അറിയാത്തവരുണ്ടെങ്കിലും നമ്മൾ ഈ കല്യാണ പരിപാടിക്കൊക്കെ സപ്ലൈ ഒക്കെ നിൽക്കുന്നവരാണല്ലോ കാറ്ററിംഗ് ബോയ്സ്. ഓൽക്ക് ഈ ഡ്രസ്സ് ഇടാത്തിന് കണക്കാണ് കുറേ ഫൈൻ വരുമല്ലോ. ആ ഫൈൻ ഒരു 400 ഫൈൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും? പിന്നെ പട്ടിപ്പണി എടുക്കുമ്പോഴാണ് പൈസ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. ആ അവസ്ഥയൊക്കെ ബോൾ ബോയ്സിന്. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആ മറുപടി താഴെ കമൻ്റായിട്ട് അറിയിക്കാം. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.